ഹലോ എവരി വൺ, വെൽക്കം ടു എയ്സ് ആപ്പ്. ഇന്ന് നമ്മൾ പുതുതായിട്ടൊരു ടോപ്പിക്ക് നോക്കാൻ പോവാണ്. പേര് ക്ലറിക്കൽ എബിലിറ്റി. ഒരുപാട് വിദ്യാർത്ഥികൾ ഇത് ഈ ഇടയായിട്ട് ഈ സിലബസിൽ വന്നതുകൊണ്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ക്ലറിക്കൽ എബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്ലറിക്കൽ എബിലിറ്റിയിലെ ചോദ്യങ്ങൾ പല പാർട്ടുകളായിട്ടാണ് ഞാൻ അതിൽ അവതരിപ്പിക്കുന്നത്. പല രീതിയിലായി ചോദിക്കുന്നുണ്ട്, ഒരു 5 ടൈപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. സോ കൂടുതൽ പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4ാമത് വരുന്ന വാക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഡിക്ഷണറിയില്ലേ നിഘണ്ടു, അതിലെങ്ങനെയാണ് വാക്കുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടുണ്ടോ? സോ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സി എന്നുള്ള ഒരു ലെറ്റർ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മൊബൈലിലൊക്കെ ആപ്പിലൊക്കെ ഡിക്ഷണറി ഉള്ളതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ പണ്ട് നിങ്ങൾ ഡിക്ഷണറി ബുക്കിലേക്ക് നോക്കുമ്പോൾ വാക്കുകൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതിൽ എല്ലാത്തിലും ഫസ്റ്റ് ലെറ്റർ ഏതാ വരുന്നത്? സി ആണ്. അപ്പോൾ ഇതെല്ലാവരും ആദ്യത്താനുള്ള യോഗ്യരാണ്. രണ്ടാമത് വരുന്ന വാക്ക് ഏതാണ് നിങ്ങൾ നോക്കേണ്ടത്? അപ്പോൾ ഇവിടെ എല്ല്, ഇവിടെ എല്ല്, ഇവിടെ എ, ഇവിടെ എ അല്ലേ? സോ ആൽഫബറ്റിക് ഓർഡറിൽ ABCDയിൽ എ കഴിഞ്ഞിട്ടാണ് എല്ല് വരുന്നത്. സോ കൂടുതൽ യോഗ്യരായിട്ടുള്ള രണ്ടാൾ ഇവർ രണ്ടുപേരാണ്. സോ ഇവർ രണ്ടുപേരും ബാക്കോട്ട് പോകും. സോ ഇവർ രണ്ടുപേരുടെയും സ്ഥാനം ഒന്ന് പിന്തള്ളും. അതിന് മുന്നിലായി ആര് വരും? ഫസ്റ്റ് CA വരുന്ന വാക്കുകൾ വരും. CA എന്നുള്ള ഈ 2 വാക്കുകൾ ആദ്യം വരും. ഓക്കെ, പിന്നീട് ആര് വരുള്ളൂ? CLും 2 CLകൾ എന്ത് ചെയ്യുള്ളൂ? വരികയുള്ളൂ. ഓക്കെ, ഇനി CA എന്നുള്ള വാക്കുകളിൽ ഈ 2 വാക്കിൽ ഏതാണ് ആദ്യം വരിക എന്ന് ചോദിച്ചാൽ അത് 3ാമത്തെ ലെറ്റർ നോക്കിയിട്ടാണ്. സോ 3ാമത്തെ ലെറ്റർ ഇവിടെ B ആണ് വരുന്നത്, ഇവിടെ K ആണ് വരുന്നത് അല്ലേ? നമുക്കറിയാം B കഴിഞ്ഞിട്ടാണ് ആൽഫബറ്റിൽ K വരുന്നത്. സോ CAB എന്നുള്ള ലെറ്റർ വരും ആദ്യം. സോ മനസ്സിലായി. സോ ഇവനാണ് ആദ്യം വരുന്നത്. കേബിൾ എന്നുള്ള വാക്ക് വന്നിട്ട് ഡിക്ഷണറിയിൽ വന്നു കഴിഞ്ഞിട്ടേ അടുത്തത് കേക്ക് എന്ത് വരാറുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തിയോ? ഇല്ല. 4ാമത് വരുന്ന വാക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ 4ാമത് ഇവിടെ വരുന്ന വാക്ക് നമുക്ക് കണ്ടുപിടിക്കണം. സോ CLൻ്റെ വാക്കുകളിൽ ഇയും ഉണ്ട്, ഓയും ഉണ്ട്. സോ ആൽഫബറ്റിൽ ഇ കഴിഞ്ഞിട്ടല്ലടാ ഓ. സോ ക്ലെവർ എന്നുള്ള വാക്കാണ് 3ാമതായിട്ട് വരിക. 4ാമതായിട്ട് വരുന്ന വാക്ക് ക്ലൗഡാണ്. സോ നിങ്ങളുടെ ആൻസർ ക്ലൗഡ് എന്നുള്ളതാണ് വരിക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. സോ ഈ ഡിക്ഷണറിയിൽ വാക്കുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1ാമതായി വരുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 1ാമതായിട്ട്. സോ എല്ലാ ലെറ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത് S കൊണ്ടാണ്. 2ാം ലെറ്റർ U ഉണ്ട്, 3ാം ലെറ്റർ N ഉണ്ട്. സോ എല്ലാത്തിലും കോമൺ ആയിട്ട് SUN. സോ 4 പേരും ഒരുപോലെ മത്സരിച്ച് പോവുകയാണ് അല്ലേ? സോ 4 പേരും SUNലാണ് തുടങ്ങുന്നത് എന്നുള്ള കാരണം കൊണ്ട് 4 പേരും ഇപ്പോൾ 1ാമതെത്താൻ മത്സരിക്കുന്നു. ഓക്കെ, 4ാമത്തെ ലെറ്റർ എന്താണ് വരുന്നത്? ഇവിടെ I ആണ് വരുന്നത്, ബാക്കിയുള്ളിടത്തൊക്കെ E ആണ് വരുന്നത്. സോ ആൽഫബറ്റിക് ലെറ്ററിൽ E കഴിഞ്ഞിട്ടല്ലേ I വരുന്നത്. സോ ഈ കഴിഞ്ഞിട്ട് I വരുള്ളൂ. അപ്പോൾ I ആണ് ഏറ്റവും ലാസ്റ്റ് വരിക. സോ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ 4ാമത്തെ വന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് പെട്ടെന്ന് ആൻസർ പറയായിരുന്നു, ഓപ്ഷൻ എ എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ ചോദിച്ചത് 1ാമതാണ്. സോ വീണ്ടും മത്സരം തുടരുന്നു. സോ E എന്നുള്ള ലെറ്റർ അടുത്തത് വരുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും എഴുതിയാൽ നിന്ന് 4ാമത്തെ വേർഡ് തന്നെ ക്ലിയർ ആണ്. അപ്പോൾ ഇനി സുനിധി എന്നുള്ള വാക്കിലേക്ക് നമ്മൾ നോക്കണ്ട, അത് 4ാമത്തായിട്ട് നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു. ഇനി ഇവിടെ മത്സരം തുടരുക തന്നെയാണ്. 5ാമതും 6ാമതും വരുന്ന ലെറ്റർ എല്ലാത്തിലും ET തന്നെ അല്ലേ? സോ ET എന്ന് ഇവിടെ എഴുതാം, ET എന്ന് ഇവിടെ എഴുതാം, ET എന്നുള്ളത് ഇവിടെ എഴുതാം. ഇനി ഈ 3 നോക്കുന്നുള്ളൂ. ഈ ഓപ്ഷനിലേക്ക് നമ്മളിനി നോക്കുന്നേ ഇല്ല. സോ ഇവിടെ ഇനി നോക്കുന്നത് അടുത്തത്, ഇവിടെ 2 സ്ഥലത്തും H ആണ് വരുന്നത്, എന്നാൽ ഇവിടെ വരുന്നതോ I ആണ്. അപ്പോൾ H കഴിഞ്ഞിട്ടാണല്ലോ I വരുന്നത്. സോ I ലാസ്റ്റിലേക്ക് പിന്തള്ളി എന്നുള്ളത് മനസ്സിലായി. 7 ലാസ്റ്റായി. ഓക്കെ, പക്ഷേ ഇവിടെ 2 പേരും Hൽ തന്നെ ഉള്ളത്. സോ ഇവിടെ ഇവിടെ H എന്നുള്ളതാണ് വരുന്നത്. ഇനി Hന് ശേഷം ലാസ്റ്റ് ലെറ്റർ എന്താ വരുന്നത്? Iയും Yയും ആണ്. സോ നമുക്കറിയാം ആൽഫബറ്റിൽ I കഴിഞ്ഞിട്ടേ Y വരുള്ളൂ. സോ 1ാമത് നമ്മൾ കണ്ടുപിടിച്ചു, അതാരാണ്? I വന്നിട്ടുള്ളതാണ്. സോ ഡിക്ഷണറിയിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാറുള്ളത്? സോ നിങ്ങളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ് അല്ലേ? D ഫോർ ഡോഗ്, സുനീതി എന്നുള്ള ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ഇതെല്ലാം വന്നുള്ള എക്സാം നോട്ട് ചെയ്തോളൂ. 10ാം ക്ലാസ് പ്രിലിംസ് സ്റ്റേജ് 3 ആണ്, 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എത്രയാണ്? 3ാമത് വരുന്ന സംഗതിയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫസ്റ്റ് ലെറ്റർ എവിടെയെല്ലാം കോമൺ ഉണ്ടെന്ന് നോക്കിക്കോ. ST ഇവിടെ ഉണ്ട്, ST ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ST വെച്ച് തുടങ്ങുന്ന എല്ലാ ലെറ്ററും മത്സരം തുടങ്ങുന്നു. ഓക്കെ, പിന്നെ അടുത്ത ലെറ്ററായിട്ട് വരുന്നത് ഇവിടെ 3 സ്ഥലത്തും E ആണ്, ഇവിടെ വരുന്നത് A ആണ്. സോ നമുക്ക് എല്ലാം അറിയാം, A കഴിഞ്ഞിട്ടാണ് E വരാറുള്ളത് ആൽഫബറ്റിൽ. സോ സ്റ്റാമർ എന്നുള്ള വാക്കാണ് 1ാം സ്ഥാനത്ത് നിന്ന് മനസ്സിലായി. സോ ഈ ക്വസ്റ്റ്യനിൽ സ്റ്റാമർ ഉണ്ടോ? അല്ല, 1ാം സ്ഥാനത്തുള്ളതാണോ ചോദിച്ചത്? അല്ല, 3ാമതാണ് ചോദിച്ചത്.
സോ ഇവൻ ഒന്നാമതായി. ഇനി രണ്ടാമതിലേക്കുള്ള മത്സരത്തിൽ അടുത്തതിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ആരുണ്ട്? ഇ ഉണ്ട്. അടുത്ത ലെറ്റർ 4ാം ലെറ്റർ എന്താ വരുന്നത്? ഇവിടെ എം ആണ്, ഇവിടെ ഇ ആണ്, ഇവിടെ എൻ ആണ്. സോ നമുക്ക് ആൽഫബറ്റ് ലെറ്ററിൽ നമുക്കറിയാം ഇ കഴിഞ്ഞിട്ട് എം വരുള്ളൂ, അത് കഴിഞ്ഞിട്ട് എൻ വരുള്ളൂ. സോ നമുക്കറിയാം ഇ വരുന്ന സ്റ്റീർ അപ്പോൾ 2ാം സ്ഥാനത്ത് ഉറപ്പിച്ചു. 3ാം സ്ഥാനത്ത് ഇ കഴിഞ്ഞിട്ട് എം വരുന്ന സ്റ്റെം ഉറപ്പിച്ചു. 4ാം സ്ഥാനത്താണ് എന്നുള്ള സെൻസിൽ വരുന്നത്. സോ നിങ്ങൾ ചോദിച്ചത് 3ാമത്തേത് ഏതെന്നുള്ളതായിരുന്നു. സോ നിങ്ങളുടെ ആൻസർ 3rd വൺ അല്ലേ? സോ നിങ്ങളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ സ്റ്റെം എന്നുള്ളത് നിങ്ങളുടെ ആൻസർ ആയി വരും. ഓക്കെ. സോ ഇതേ 10ാം ക്ലാസ് പ്രിലിംസ് ഇപ്പോൾ 2022 22 സ്റ്റേജ് 6 ക്വസ്റ്റ്യനും 21 സ്റ്റേജ് 4, 21 തന്നെ സ്റ്റേജ് 3 3 ക്വസ്റ്റ്യൻസ് അപ്പോൾ കണ്ടത് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യന് ക്ലറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞുകൂടാ, അവർ നമ്പേഴ്സാണ് തന്നത്. ഇപ്പോൾ 2022 സ്റ്റേജ് 4 ജസ്റ്റ് അവരോഹണക്രമത്തിൽ എഴുതിയിട്ട്, അവരോഹണക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അവരോഹണക്രമം എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുതിലേക്ക് അല്ലേ? ആരോഹണം എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് വലുത് എന്ന് വെച്ചാൽ അസെൻഡിങ് ഓർഡർ. അവരോഹണം എന്ന് പറയുമ്പോൾ ഡിസെൻഡിങ് ഓർഡർ. സോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് 3ാമത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊരു ക്ലറിക്കൽ എബിലിറ്റിയെ കൂട്ടാവോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. സോ വലുതെന്ന് എഴുതുമ്പോൾ എങ്ങനെ വരുന്നോടാ? സോ ഈ ആൻസർ നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. ഏറ്റവും വലിയ നമ്പർ 525 പിന്നീട് ആര് വരുന്നുള്ളൂ? 425 വരുന്നുള്ളൂ. പിന്നീട് വരുന്നത് 325. സോ 3ാമതല്ല ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ 3ാമതായിട്ട് ഓപ്ഷൻ എ പറയാം. ബാക്കി എഴുതണമെങ്കിൽ എഴുതാം. അടുത്ത വലുത് വരുന്നത് ചെറുത് വരുന്നത് 225, ഏറ്റവും ചെറുതാണത് 125. അപ്പോൾ നിങ്ങൾ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. സോ ഞാൻ 10ാം ക്ലാസ് പ്രിലിംസിൽ ആ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നതെന്നുള്ളത് ദയവായി കമൻറ്റ് ചെയ്യൂ, എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി എന്നുവെച്ചാൽ ക്ലറിക്കൽ എബിലിറ്റിയുടെ അടുത്തൊരു ടൈപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.